കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങും ഫുഡ് അടിയും ഒക്കെ കഴിഞ്ഞ് നേരെ വന്നത് മുക്കം PC തിയേറ്ററിലാണ് കേട്ടോ. ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞിട്ടുള്ള ആസിഫ് അലിയുടെ മൂവി കാണാൻ വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. വായ എനക്കാതെ സിനിമ കാണുന്ന പരിപാടി ഞങ്ങൾക്ക് ഇല്ല ഗൈസ്. അതുകൊണ്ട് തന്നെ കഴിക്കാൻ അത്യാവശ്യം സാധനങ്ങളും വാങ്ങിച്ചിട്ടല്ലാതെ നമ്മൾ തിയേറ്ററിനുള്ളിൽ കയറാറില്ല. ഈ ഇടയായിട്ട് തിയേറ്ററിൽ പോയി കാണുന്നത് കുറച്ച് കൂടുതലാണ് ഗൈസ്. കാരണം ഈ ഒരു വൈബ് നമുക്ക് ഒരിക്കലും വീട്ടിലിരുന്ന് അല്ല ഫോണിലിരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടത്തില്ല അല്ലേ. സോ ഞങ്ങളെപ്പോലെ തിയേറ്ററിൽ പോയി മൂവി കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരും എപ്പോഴും മൂവി കാണാൻ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. നിങ്ങൾ ലാസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ട മൂവി ഏതാന്നുള്ളത് അതും കൂടി ഒന്ന് കമന്റ് ചെയ്തേക്കും. നമുക്ക് നോക്കാലോ നിങ്ങൾ ഏതുവരെ അപ്ഡേറ്റഡ് ആയി എന്നുള്ളത്. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കുറേ പേര് ചോദിച്ചിട്ടായിരുന്നു. എൻ്റെ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു അഭിപ്രായം കേട്ടോ ഞാൻ ഇതിൽ പറയുന്നത്. എപ്പോഴത്തെയും പോലെ തന്നെ ആസിഫ് അലി നമ്മളെ വണ്ടറടിപ്പിച്ച് കളയും. കാരണം മൂപ്പര കയ്യിൽ ഒരു കഥാപാത്രം കിട്ടിയിട്ടെങ്കിൽ അതിൻ്റെ 100% നമ്മളിലേക്ക് എത്തിക്കാൻ ഒരു പ്രത്യേക കഴിവാണ് ആ മനുഷ്യന് അല്ലേ. ഒരു ഫാമിലി ഫീൽ ഗുഡ് എൻ്റർടൈൻമെൻറ്റ് മൂവി തന്നെയാണിത്. നമ്മൾ നോർമലി കണ്ടുവരാറ് ഒരു ഫീമെയിൽ കാർഡാണല്ലോ എല്ലാ മൂവിയിലും. ഒരു ഒട്ടുമിക്ക മൂവിയിലും, എല്ലാ മൂവിയിലും ഒരു ഒട്ടുമിക്ക മൂവിയിലും നമുക്കതായിരിക്കും കാണാൻ സാധിക്കുക. പക്ഷേ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരുടെ സൈഡിൽ നിന്നും അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് അവരനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് പറയുന്നത്. എനിക്ക് മൊത്തത്തിൽ മൂവി ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ടൈം വേണമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം പെട്ടെന്ന് തീർന്നു പോയൊരു ഫീലായിരുന്നു. 9:15 സ്റ്റാർട്ട് ചെയ്തത് 10:20 മൂവി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു കാര്യത്തിൽ എനിക്ക് കുറച്ചുകൂടി ഒന്ന് എന്താ പറയുക കുറച്ചുകൂടെ കോമഡിയൊക്കെ ആഡ് ചെയ്യായിരുന്നു എന്ന് തോന്നി. പിന്നെ ഇത് പുതുമുഖ നായികയാണ്. ഈ കുട്ടീനെ എനിക്ക് പേഴ്സണലി അറിയാം. കാരണം അപ്പൂൻ്റെയും കട്ടേൻ്റെയും ഒക്കെ കല്യാണത്തിന് നമുക്ക് മേക്കപ്പ് ചെയ്ത് തന്ന ഹയത്തയുണ്ട്. നമ്മൾ അത്രയ്ക്ക് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിനെ പോലെയാണ്. എപ്പോഴും മെസ്സേജ് അയക്കൂട്ടോ. ഇത്ത ഭയങ്കര ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ഇത്തയാണ് കേട്ടോ. അപ്പോൾ ഹയത്തയുടെ മോളാണിത് തുളസി. അങ്ങനെ എനിക്ക് തുളസീനെ ഡയറക്റ്റ് അറിയാം കേട്ടോ. ഞാൻ അവിടെ മേക്കപ്പിനൊക്കെ പോകുമ്പോൾ അവളെ കാണാറുണ്ട്. അങ്ങനെ ആ കുട്ടീനെ അറിയാം. അവൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക ഒരു പുതുമുഖ നായികയല്ലേ. അപ്പോൾ എന്തായാലും അവരുടെ 100% അവർ ഫസ്റ്റ് മൂവി തന്നെ കൊടുത്തോളുന്നില്ല. പക്ഷേ ഈ കുട്ടി കഴിയുന്ന രീതിയിൽ ഭയങ്കര നാച്ചുറൽ ആയിരുന്നു ആക്ടിങ്. ഐ മീൻ എന്താ പറയുക മുഖത്തൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഓവർ മേക്കപ്പ് അല്ലെ ഓവറായിട്ടൊന്നും ചെയ്ത് കൂട്ടിയ പോലെ തോന്നുന്നില്ല. ഭയങ്കര നാച്ചുറാലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ വീട്ടിലൊക്കെ കാണുന്ന ഒരു കുട്ടീൻ്റെ അങ്ങനത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് മൂവി നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ആകെയിലുണ്ടായിരുന്നൊരു അഭിപ്രായം കുറച്ചുകൂടെ ടൈം കൂട്ടായിരുന്നു എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇൻ്റർവെല്ലിൽ നമ്മൾ അങ്ങനെ പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം ആവശ്യത്തിലേറെ കയ്യിലുണ്ടായിരുന്നല്ലോ കുറിക്കാൻ. അങ്ങനെ അതൊക്കെ കുറച്ച് നമ്മൾ മൂവിയൊക്കെ കണ്ട് പൊന്നൂസിൻ്റെ അടുത്ത് ഇരുന്നല്ലോ എന്നായിപ്പോയി. കുഞ്ഞു കോമഡികൾക്കൊക്കെയും മുപ്പര് ആഘോഷിച്ച് തിമിർത്ത് ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ മൂവിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അപ്പം എല്ലാവരും പോയി കാണുക. നല്ല പടമാണ്. ഇനി മക്കളെ എന്നെ വീട്ടിലാക്കിയിട്ട് വേണം ഇവർക്ക് അങ്ങനെ ചെറുപ്പയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ അവരെന്നെ വീട്ടിലാക്കി. ഞാൻ ആക്ച്വലി ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാറ് എൻ്റെ വീടിൻ്റെ അടുത്ത് കേട്ടോ. ചെറുപ്പയാണ്. അപ്പോൾ ഞാൻ അതിനുള്ള സാധനങ്ങളൊക്കെ ആര്യൻ്റെ അടുത്ത് കൊടുത്തേക്കാണ്. നീ ഇതൊക്കെ അവിടെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അടിക്കാനുള്ളതൊക്കെ അവളുടെ അടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിൽ തുറന്ന് അമ്മേനെ കണ്ടപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, അമ്മേ ഇത് വല്യമ്മേൻ്റെ നൈറ്റി അല്ലേ? ഇനിയിപ്പോൾ ഈ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ അമ്മ പറയും ഈ കുട്ടീനെ കൊണ്ട് ഞാൻ വല്യമ്മേൻ്റെ ഏച്ചിനെ നൈറ്റി ഒന്ന് ഇട്ടപ്പോഴത്തേക്ക് അതും നാട്ടുകാരെ അറിയിച്ചെന്ന് പറയും. എന്നാലും വേണ്ടിയില്ല, എനിക്ക് കണ്ടാൽ പറയണം ഗൈസ്. അങ്ങനെ ഇവരെന്നെ അവിടെ ആക്കി തന്നു. ടാറ്റാ ബേബി പറഞ്ഞ് പോയി ഗൈസ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ.